Hello everyone, welcome back to Shrutis Digital Diary. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിഷുക്കണി എങ്ങനെ ഒരുക്കാം, അതിന്റെ ഐതിഹ്യം, എന്തൊക്കെ വെക്കണം, എന്തൊക്കെ വെക്കാൻ പാടില്ല എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാ വർഷവും വിഷുക്കണി വെക്കാൻ റെഫർ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിഷുക്കണി എന്നും വിഷുവിന്റെ തലേ ദിവസമാണ് നമ്മൾ ഒരുക്കി വെക്കേണ്ടത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പൂജാ റൂമിന്റെ മുന്നിൽ വെക്കാതെ ഒരു ഡൈനിങ് ടേബിളിലെ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഡൈനിങ് ടേബിളൊക്കെ എടുത്ത് മാറ്റി അവിടെ നല്ലപോലെ വൃത്തിയാക്കി കൃഷ്ണന്റെ വിഗ്രഹം ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വെച്ചു. കൃഷ്ണനെ തറയിൽ വെക്കാതെ നമുക്ക് ഒരു പല കഷ്ണത്തിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വുഡൻ ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കൃഷ്ണന്റെ വിഗ്രഹം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷ്ണന്റെ ഫോട്ടോ യൂസ് ചെയ്യാം. കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസി മാല ചുറ്റും വെച്ചു കൊടുക്കും. അതിനുശേഷം മുല്ലപ്പൂവിന്റെ മാല ചാർത്തി കൊടുക്കുന്നത്. മുല്ലപ്പൂ മാല നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും മഞ്ഞ നിറത്തിലുള്ള പൂവിട്ട് ചേർക്കാം. അതിനുശേഷം കൃഷ്ണന്റെ നെറ്റിയിൽ ചന്ദനം കുങ്കുമം തൊട്ടു കൊടുക്കാം. കണിയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ തറയിൽ ഞാനൊരു ഗോൾഡൻ കളർ തുണി വെച്ചു. അതിനുശേഷം ഒരു സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഓട്ടുരുളിയാണ്. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റീലിന്റെ പാത്രം യൂസ് ചെയ്തിട്ട് അതിൽ റെഡ് കളർ തുണി വിരിച്ചു. കണിയിൽ ആദ്യം വെക്കേണ്ടത് ഉണക്കലരിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെക്കുന്ന സാധാരണ ചോറിന്റെ അരിയില്ല, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത് വിഷുവിന്റെ മെയിൻ അട്രാക്ഷൻ കണിക്കൊന്നപ്പൂ, അത് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം. അടുത്തത് കണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണിവെള്ളരി. ഇത് വാങ്ങുമ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുള്ളത് തന്നെ നോക്കി വാങ്ങും. അടുത്ത മസ്റ്റായിട്ട് വെക്കേണ്ടത് ചക്കയാണ്. ചക്ക ഗണപതിക്കാണ്. പിന്നെ മാമ്പഴം മുരുകനാണ്. പിന്നെ കദളിപ്പഴം കൃഷ്ണൻ. ഈ പറഞ്ഞ ഫ്രൂട്ട്സ് ഒക്കെ മസ്റ്റായിട്ട് കണിയിൽ വെക്കേണ്ടതാണ്. അതല്ലാതെ നിങ്ങൾക്ക് സീസണൽ ഫ്രൂട്ട്സ് വെക്കാം. ഞാനിവിടെ വെക്കുന്നത് ആപ്പിൾ, മൂസമ്പി, പൈനാപ്പിൾ, പിന്നെ മുന്തിരി. അടുത്ത കണിയിൽ വെക്കേണ്ടത് ഒരു നാളികേരാണ്. ഇത് രണ്ടായി മുറിച്ച് വെക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഇതിൽ കോയിൻസ് ആണ് ഇട്ട് വെക്കുന്നത്. വേറെ ചിലയിടത്തൊക്കെ ഇതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിച്ച് വെക്കാം. അടുത്തത് തിരുവിടയാടയും പിന്നെ വാൽക്കണ്ണാടിയും വെക്കണം. വാൽക്കണ്ണാടി ദേവിയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദേവിയുടെ കടാക്ഷം കൊണ്ട് കണിക്ക് വെച്ച സാധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇരട്ടിയായി വരുന്നുള്ളൊരു വിശ്വാസം. അടുത്തത് വെക്കേണ്ട ഗ്രന്ഥക്കെട്ടുകളാണ്. അത് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങൾ വെക്കാം. അതായത് രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വെക്കാം. അടുത്ത് വെക്കേണ്ടത് ഒരു കോടി ഉടുപ്പാണ്. ഞാനിവിടെ വെക്കുന്നത് കസവിന്റെ മുണ്ടാണ്. അതിന്റെ മുകളിൽ കുറച്ച് നോട്ടുകളും കോയിൻസും വെക്കുന്നുണ്ട്. വീട്ടിൽ സുമംഗലിയായ സ്ത്രീകൾ ഉള്ളത് കൊണ്ട് നമുക്ക് കുങ്കുമച്ചെപ്പും കണ്ണശും വെക്കാം. ഇത് ഓരോ തവണയും പുതിയത് വെക്കണം, ഉപയോഗിച്ചത് വെക്കാൻ പാടില്ല. അതിനുശേഷം ഞാനിവിടെ സ്വർണവും വെള്ളിയും പിന്നെ ഒരു മയിൽപ്പില്ലാണ് വെച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ചാടിക്കൂര ഇവിടെ ഇട്ട് വെക്കുന്നു. 9 നവഗ്രഹങ്ങളെ റിപ്രസെന്റ് ചെയ്യാൻ 9 നവധാന്യങ്ങൾ ഞാൻ കണിയിൽ വെക്കുന്നുണ്ട്. അടുത്തത് ദക്ഷിണക്ക് വേണ്ടിയിട്ട് വെറ്റിലയും അടയ്ക്കയും പിന്നെ 11 രൂപയും വെക്കുന്നുണ്ട്. അടുത്ത ഒരു ബ്രാസിന്റെ പ്ലേറ്റിൽ ഞാൻ വാസ്തുവിളക്ക് വെക്കുന്നുണ്ട്. വിളക്കിന്റെ തൊട്ടടുത്ത് തന്നെ ഞാനൊരു കിണ്ടിയിൽ വെള്ളം നിറച്ച് വെള്ളപ്പൂക്കൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് രാവിലെ കണി കാണാൻ വരുമ്പോൾ ഈ വെള്ളം തൊട്ട് കണ്ണിൽ വെച്ച് വേണം കണി കാണാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കിണ്ടീന്റെ വാല് തെക്കോട്ടേക്ക് വെക്കാൻ പാടില്ല. ഇന്ന് രാത്രി തന്നെ വേണം നമ്മൾ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വെക്കാൻ. പിന്നെ കിണ്ടി വെക്കുമ്പോൾ വിളക്കിന്റെ വലതുവശം വേണം കിണ്ടി വെക്കാൻ. മധുരം റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ബെല്ലം വെക്കാം. അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഞാൻ കുറച്ച് ചന്ദനം എടുത്തു വെച്ചിട്ടുണ്ട്. അഗർബത്തി സ്റ്റാൻഡും പിന്നെ അഗർബത്തിയും കർപ്പൂരം കത്തിക്കേണ്ട സ്റ്റാൻഡും പിന്നെ മണിയും നാളെ രാവിലെ കത്തിക്കാനുള്ള തീപ്പെട്ടിയും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയിൽ വെള്ളം എടുത്ത് അതിൽ കുറച്ച് പൂ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണി വെക്കുന്ന സമയത്ത് വെക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല ഫ്രഷ് ആയിരിക്കണം. കേടുപാട് പറ്റിയതൊക്കെ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ നമ്മളെ കണി ഇവിടെ ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഒരു നടൽ ഉത്സവമാണ് വിഷു. വിത്തുകളൊക്കെ നടാൻ പറ്റിയ സമയം. ഓണം വിളവെടുപ്പിന്റെ ഉത്സവമാണെങ്കിൽ വിഷു നടൽ ഉത്സവമായിട്ട് അറിയപ്പെടുന്നു. ഇത് അടുത്ത ദിവസം, അതായത് വിഷുവിന്റെ അന്നത്തെ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ചു വന്ന് വിളക്ക് വെച്ചു.
വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥൻ വിളക്ക് കത്തിച്ചതിന് ശേഷം വീട്ടിലെ ഓരോരോ ആൾക്കാരെയും വിളിച്ച് കണി കാണിച്ചു കൊടുക്കണം. കണി കണ്ടതിന് ശേഷം വിഷുക്കൈ നീട്ടം കൊടുക്കുക. ആ വിഷുക്കൈ നീട്ടം അടുത്ത വർഷം വരെ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഐശ്വര്യം. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇടണം ഈ വിഷുവിന് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ വർഷത്തിന് ശേഷമാണ് ഞാൻ പാവാടയും ബ്ലൗസ് ഇട്ട്. പിന്നെ നമ്മുടെ ഹാർലീൻ്റെ സദ്യ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അവർ നല്ല ഹാപ്പി ആയിരുന്നു ഇലയിലൊക്കെ കൊടുക്കുന്നത് കൊണ്ട്. അപ്പോൾ എൻ്റെ വിഷു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വിഷുവിനും നിങ്ങൾ ഇതുപോലത്തെ നല്ല അടിപൊളി കണിയൊരുക്കുക. നിങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും നല്ല ഐശ്വര്യം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം ശ്രുതി.